അന്ന് അദ്ദേഹത്തെ കമ്പനിയിലേക്ക് വിളിച്ചതിന് പിന്നിലെ രസകരമായൊരു സംഭാഷണമുണ്ട്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പഞ്ചസാര വെള്ളം വിറ്റ് ജീവിക്കാൻ പോകുന്നോ, അതോ ലോകത്തെ തന്നെ മാറ്റാനുള്ള വിപ്ലവകരമായ തീരുമാനമെടുക്കാൻ വരുന്നോ എന്നായിരുന്നു അത്രേ സ്റ്റീവ് ജോബ്സ് ചോദിച്ചത്. വർഷം 1976. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആൽറ്റോസ് എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്യാരേജിൽ 2 യുവാക്കൾ ഇലക്ട്രോണിക് ഭാഗങ്ങൾ ചേർത്ത് ഒരു പുതിയ യന്ത്രം നിർമ്മിക്കുകയായിരുന്നു. ആ പ്രയത്നത്തിന് പിന്നിലുള്ള കാരണമാവട്ടെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ എന്ന ആശയവും. കാരണം അക്കാലത്ത് കമ്പ്യൂട്ടറുകൾ എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ളതായിരുന്നില്ല. വലിയ കമ്പനികൾക്കും ഗവേഷണ കേന്ദ്രങ്ങൾക്കും ഒക്കെ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളായിരുന്നവ. അതിൽ നിന്ന് മാറി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഒന്നാക്കി മാറ്റാനാണ് ആ 2 ചെറുപ്പക്കാർ ശ്രമിച്ചത്. ആ 2 പേരുടെ പേരുകൾ ഇന്ന് എല്ലാവർക്കും ഏറെ പരിചിതമാണ്. സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും. ഉള്ളിലെ ആശയം പ്രാവർത്തികമായപ്പോൾ മറ്റൊരാൾ കൂടി അവർക്കൊപ്പം കൂടി, റൊണാൾഡ് വെയ്ൻ. അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ അവിടെ ഒരു കമ്പനി ജനിച്ചു, ആപ്പിൾ. ഒരു ഇലക്ട്രോണിക്സ് കമ്പനിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു പേരെന്ന് ഇപ്പോഴും കൗതുകമുള്ളൊരു ചോദ്യമായിരിക്കും അല്ലേ? എങ്കിൽ അതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. വലിയ ബ്രാൻഡിംഗ് ഏജൻസികളോ നീണ്ട ആലോചനകളോ ഒന്നുമില്ലാതെ സ്റ്റീവ് ജോബ്സ് ആണ് ഈ പേര് തിരഞ്ഞെടുത്തത്. അന്നത്തെ കാലത്ത് പല ഇലക്ട്രോണിക്സ് കമ്പനികൾക്കും വളരെ കട്ടിയുള്ള പേരുകളായപ്പോൾ ആളുകൾക്ക് അടുപ്പം തോന്നുന്ന ഒരു സാധാരണ പേര് വേണം തൻ്റെ കമ്പനിക്കെന്ന് കരുതിയാണ് ആപ്പിൾ എന്നത് ഇട്ടതെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതുകൂടാതെ പണ്ട് കമ്പനികൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അഡാരി എന്ന താൻ മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിയേക്കാൾ മുന്നേ ആപ്പിൾ ലിസ്റ്റിൽ വരുമെന്നും അവരെക്കാൾ മുന്നിൽ താൻ എത്തിയെന്ന് ജോബ്സ് തമാശയായി പറയുമായിരുന്നുവെന്നും ചരിത്രം പറയുന്നു. കാര്യം ഇതൊക്കെ ആണെങ്കിലും അവർ മറ്റു പേരുകൾ കൂടി എന്തായാലും പരിഗണിച്ചിട്ടുണ്ടാവണം. ഏതായാലും നല്ല പേരുകൾ ഒന്നുമില്ലെങ്കിൽ ആപ്പിൾ തന്നെ ഉറപ്പിക്കാമെന്നവർ തീരുമാനിച്ചിരുന്നത്രേ. ഒപ്പം ഒരാൾ കടിച്ചതുപോലെയുള്ള ആപ്പിൾ ലോഗോയ്ക്ക് പിന്നിലും ഇങ്ങനെയൊരു ചിന്തയാണുള്ളത്. കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ചെറിയും ഓറഞ്ചും ഒന്നുമായി ഇത് തെറ്റിദ്ധരിക്കപ്പെടരുതെന്നുള്ളതുകൊണ്ടാണത്രേ ഇങ്ങനെയൊരു ലോഗോ കൊടുത്തതും. ഏതായാലും വളരെ ലളിതമായ ഒരു പേരോടുകൂടി ആപ്പിൾ ഇൻഡസ്ട്രിയിൽ കാലുറപ്പിച്ചു. അവരുടെ ആദ്യ ഉൽപ്പന്നമായ ആപ്പിൾ 1 ഒരു സിമ്പിൾ സർക്യൂട്ട് ബോർഡ് മാത്രമായിരുന്നെങ്കിലും അത് വ്യക്തിഗത കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയ യുഗത്തിന് തുടക്കമായി. 1977 പുറത്തിറങ്ങിയ ആപ്പിൾ 2 ആയിരുന്നു കമ്പനിയുടെ ആദ്യ വലിയ വിജയം. സ്കൂളുകളും ബിസിനസ്സുകളും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങാൻ ഇതാണ് പ്രധാന കാരണമായത്. കമ്പനി വേഗത്തിൽ വളർന്നു. 1980 ഓഹരി വിപണിയിൽ പ്രവേശിച്ചതോടെ ആപ്പിൾ സിലിക്കൺ വാലിയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിൽ ഒന്നായി. വളരെ വേഗത്തിൽ മുന്നേറുന്ന കമ്പനിയെ നയിക്കാൻ പ്രവൃത്തി പരിചയമുള്ള ആരെങ്കിലും വേണമെന്ന് സ്റ്റീവ് ജോബ്സിന്റെ ആവശ്യമാണ് പുതിയൊരാളെ ആപ്പിളിലേക്ക് കൊണ്ടുവരാൻ കാരണമായത്. 1983 പെപ്സിക്കോയിലെ പ്രസിഡന്റായ ജോൺ സ്കല്ലിയാണ് അദ്ദേഹം CEO ആയി കൊണ്ടുവന്നത്. അന്ന് അദ്ദേഹത്തെ കമ്പനിയിലേക്ക് വിളിച്ചതിന് പിന്നിലെ രസകരമായൊരു സംഭാഷണമുണ്ട്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പഞ്ചസാര വെള്ളം വിറ്റ് ജീവിക്കാൻ പോകുന്നോ, അതോ ലോകത്തെ തന്നെ മാറ്റാനുള്ള വിപ്ലവകരമായ തീരുമാനമെടുക്കാൻ വരുന്നോ എന്നായിരുന്നു അത്രേ സ്റ്റീവ് ജോബ്സ് ചോദിച്ചത്. അങ്ങനെ സ്കല്ലി ആപ്പിൾ CEO ആയി. സ്കല്ലിയുടെ കാലത്ത് കമ്പനിയുടെ വരുമാനം ഏകദേശം $800 മില്യൺ നിന്ന് $8 ബില്യൺ ഉയർന്നു. എന്നാൽ ജോബ്സും സ്കല്ലിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ വലുതായിരുന്നു. കാരണം 2 പേരും 2 തരം ചിന്താഗതിയുള്ളവരായിരുന്നു. ജോബ്സ് കൂടുതൽ ചലഞ്ചിങ് ആയ ബിസിനസ് ഐഡിയകളാണ് പിന്തുടരാൻ ആഗ്രഹിച്ചത്. മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, ആരും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയൊന്നുമില്ലാത്ത തരം ബിസിനസ് പ്രൊഡക്റ്റുകളായിരുന്നു ആളുടെ ലക്ഷ്യം. പക്ഷേ സ്കല്ലി കൺസിസ്റ്റൻസിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. നിലവിലുണ്ടായിരുന്ന ബിസിനസ്സിനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനു പുറമെ ലിസയും ആദ്യകാല മാക്കിൻടോഷ് മോഡലുകളും പ്രതീക്ഷിച്ചതുപോലെ വിജയിക്കാതിരുന്നതോടെ സംഘർഷവും വർദ്ധിച്ചു. 1985 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്കല്ലിയുടെ പക്ഷം പിടിക്കുകയും സ്റ്റീവ് ജോബ്സിനെ മാനേജ്മെന്റ് ചുമതലയിൽ നിന്ന് നീക്കുകയും ചെയ്തു. അതെ, ഒടുവിൽ സ്റ്റീവ് ജോബ്സ് തന്റെ സ്വപ്നവും കഠിനാധ്വാനവുമായ സ്വന്തം കമ്പനി തന്നെ വിട്ടുപോകേണ്ടി വന്നു. ജോബ്സ് പോയതിനു ശേഷം ആപ്പിൾ കുറച്ചുകാലം ലാഭത്തിലായിരുന്നെങ്കിലും കമ്പനി തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി. അക്കാലത്തുണ്ടായിരുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം വിറ്റ് ലാഭം നേടാൻ ശ്രമിച്ചതോടെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന കമ്പനി എന്ന ലേബൽ പതിയെ നഷ്ടമായി തുടങ്ങി. ഇതിനിടയിൽ മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ കുറഞ്ഞ വിലയിലുള്ള വിൻഡോസ് PC-കൾ വിപണി പിടിച്ചടക്കുകയും ചെയ്തു. 1990കളുടെ മധ്യത്തോടെ ആപ്പിളിന്റെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു. നഷ്ടം വർദ്ധിച്ചു. 1997 കമ്പനി ബാങ്ക്രപ്സിക്ക് അടുത്ത അവസ്ഥയിലെത്തി. ഇതിനിടെ സ്റ്റീവ് ജോബ്സ് നെക്സ്റ്റ് എന്നൊരു കമ്പനി ആരംഭിച്ചിരുന്നു. 1997 ആപ്പിൾ ഏകദേശം $400 മില്യൺ നെക്സ്റ്റ് വാങ്ങി. അതോടെ ജോബ്സ് ഇന്ററിം CEO ആയി തിരിച്ചെത്തി. അദ്ദേഹം വീണ്ടും കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവന്നു. നിലവിലുണ്ടായിരുന്ന പല പ്രൊജക്റ്റുകളും മാറ്റി പുതിയ ഡിസൈനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിച്ചു. 1998 പുറത്തിറങ്ങിയ iMac കമ്പനിയുടെ തിരിച്ചുവരവിൻ്റെ ആദ്യത്തെ വലിയ അടയാളമായി.
അതിൻ്റെ നിറമുള്ള വ്യത്യസ്ത ഡിസൈൻ കാരണം അത് വിപണിയിൽ വലിയ വിജയവുമായി. 2001 ആപ്പിൾ ഐപോഡ് അവതരിപ്പിച്ചു. ആയിരക്കണക്കിന് ഗാനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഡിജിറ്റൽ മ്യൂസിക് പ്ലെയർ. ഇത് ലോകം സംഗീതം കേൾക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു. 2007 പുറത്തിറങ്ങിയ ഐഫോണാണ് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ. ഫോൺ, കമ്പ്യൂട്ടർ, ക്യാമറ, മ്യൂസിക് പ്ലെയർ, ഇൻ്റർനെറ്റ് ബ്രൗസർ എല്ലാം ഒരുമിച്ച് ഒരു ടച്ച് സ്ക്രീൻ ഉപകരണത്തിൽ കൊണ്ടുവന്നതാണിത്. അങ്ങനെ ഐഫോൺ സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ആപ്പ് സ്റ്റോർ ആരംഭിച്ചു. ഡെവലപ്പർമാർക്ക് ആപ്പുകൾ നിർമ്മിക്കാനും ഉപയോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അവസരം ലഭിച്ചു. ഇതോടെ ആപ്പിൾ ഒരു വലിയ ശക്തമായ ഡിജിറ്റൽ എക്കോസിസ്റ്റം സൃഷ്ടിച്ചു. അതിൽ ഐഫോൺ, മാക്, ഐപാഡ്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ്, ഐക്ലൗഡ് എന്നിവ ഇന്ന് വരെയും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 2011 സ്റ്റീവ് ജോബ്സ് അന്തരിച്ചു. ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ ഒരു യുഗം അവസാനിച്ചതുപോലെ ലോകത്തിന് അത്രയധികം സംഭാവനകൾ നൽകി അദ്ദേഹം വിട പറഞ്ഞു. അതിനുശേഷം ടിം കുക്ക് ആപ്പിൾ CEO ആയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആപ്പിളിൻ്റെ സേവന മേഖലയായ ആപ്പിൾ മ്യൂസിക്, ഐക്ലൗഡ്, ആപ്പിൾ TV+ എന്നിവ വലിയ വളർച്ച നേടി. കൂടാതെ വെയറബിൾസ് വിപണിയിലും കമ്പനി അതിശക്തമായി മുന്നോട്ട് കുതിച്ചു. വരുമാനത്തിൽ ആപ്പിളിൻ്റെ വളർച്ച തികച്ചും അതിശയകരമാണ്. 2011 ഏകദേശം $108 ബില്യൺ ആയിരുന്ന വരുമാനം 2015 $233 ബില്യണായി. 2021 $365 ബില്യണായി. 2022 $394 ബില്യണായി ഉയർന്നു. അടുത്ത വർഷങ്ങളിലും ഏകദേശം $390 ബില്യൺ വരുമാനം രേഖപ്പെടുത്തി. ഒരു വർഷം മാത്രം ഏകദേശം $97 ബില്യൺ ലാഭം നേടിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ലാഭങ്ങളിൽ ഒന്നാണ്. ഇന്ന് കമ്പനിയുടെ മൊത്തം മൂല്യം $3 ട്രില്യൺ മുകളിലാണ്. എന്നാൽ ആപ്പിളിൻ്റെ യാത്ര വിവാദങ്ങളില്ലാത്ത ഒന്നുമല്ല. യൂറോപ്യൻ യൂണിയനുമായി നികുതി കേസിൽ കമ്പനി €13 ബില്യൺ അടയ്ക്കേണ്ടതായി വന്നിരുന്നു. കൂടാതെ അമേരിക്കയിൽ ആൻറ്റി ട്രസ്റ്റ് കേസുകൾ നേരിട്ടിട്ടുണ്ട്. ആപ്പ് സ്റ്റോർ നിയന്ത്രണം കാരണം മത്സരത്തെ തടയുന്നു എന്നാരോപിച്ച് സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും തൊഴിലാളി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുണ്ടായി. എന്തൊക്കെ പ്രതിസന്ധികളും വിവാദങ്ങളും ഉണ്ടായിട്ടും ഇന്ന് ആപ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. ഐഫോൺ, മാക്, ഐപാഡ്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിലൂടെ ബില്യൺ കണക്കിന് ഉപകരണങ്ങൾ ലോകമെമ്പാടും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഒരു ചെറിയ ഗ്യാരേജിൽ ആരംഭിച്ച ആശയം ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ ടെക്നോളജി സാമ്രാജ്യങ്ങളിലൊന്നായി മാറി. പരാജയങ്ങളിൽ നിന്ന് പഠിച്ചും വീണ്ടും ഉയർന്നും ഡിസൈൻ നവീകരണം, വ്യക്തമായ ദർശനം എന്നിവയുടെ ശക്തി തെളിയിച്ചുമുള്ള ഈ യാത്ര ആപ്പിളിനെ വെറും ഒരു സാധാരണ കമ്പനിയല്ല, ഒരു ചരിത്രമായി മാറ്റുന്നു. ഒപ്പം പുത്തൻ ആശയങ്ങൾക്ക് എന്നും ഇവിടെ ഒരു വിപണി കാത്തിരിക്കുന്നുണ്ടെന്ന പാഠം കൂടി ഓരോ സംരംഭകനും ആപ്പിൾ നൽകുന്നുണ്ട്. സ്വന്തം കമ്പനിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നൊരാൾ പരാജിതനായി വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ന് നമ്മൾ കാണുന്ന പല കണ്ടുപിടുത്തങ്ങളും പിന്നെയും വർഷങ്ങളെടുത്തേനെ സംഭവിക്കാൻ, അല്ലെങ്കിൽ സംഭവിക്കാതെയും ഇരിക്കുമായിരുന്നു. അവിടെയാണ് സ്റ്റീവ് ജോബ്സ് എന്ന അത്ഭുത മനുഷ്യൻ ഒരു പാഠമാകുന്നത്. മുന്നോട്ട് നടക്കുന്നവന് മാത്രമേ ഈ വിജയമുള്ളൂ. പരാജയപ്പെടാൻ തയ്യാറാവുന്നവന് മാത്രമേ പുതിയതെന്തെങ്കിലും കണ്ടെത്താൻ കഴിയൂ. വ്യത്യസ്തമായി ചിന്തിക്കുന്നവനെ കേൾക്കാൻ ഇവിടെ ഒരു വിപണി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നന്ദി.